ശതാബ്ദം ആദിമ ശതകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാര് പാലസ്തീനായിൽ, പ്രത്യേകിച്ച് യഹൂദയായിൽ പ്രസംഗിച്ച സുവിശേഷമെന്ന ആധ്യാത്മിക തത്വം, അതിന് ദാർശനികമായ ഒരു രൂപം സമ്മാനിച്ചത് സെന്റ് പോളാണ്. ആ ദാർശനികമായ രൂപം സമ്മാനിക്കുമ്പോൾ തന്നെ അതൊരു വ്യക്തിവിശേഷത്തിൽ ഊടും പാവും നെയ്ത് അടിത്തറയിട്ടതാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, ഒന്നുകൂടെ പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം, ഈ ഭൂമിക്ക് 4 ദിക്കുള്ളതുപോലെ ഈ 4 പ്രമേയ ബിന്ദുക്കളിൽ അധിഷ്ഠിതമാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യയശാസ്ത്രങ്ങൾ സമ്മാനിച്ച ഒരു പടി മഹാരഥന്മാര് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വ്യക്തികേന്ദ്രീകൃതമായ പ്രസ്ഥാനങ്ങളൊക്കെ തകർച്ചയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വ്യക്തികേന്ദ്രീകൃതമായ മതസംഘടനകൾ, സമുദായങ്ങൾ, മാനവവർഗത്തിൻ്റെ സംഘാത രൂപങ്ങളൊക്കെ നൂറ്റാണ്ട് തികയ്ക്കാതെ തകർച്ചയുടെ പടുകുഴി കണ്ടപ്പോൾ കഴിഞ്ഞ 2000 വർഷങ്ങളായി ഒരു വ്യക്തിയിൽ അടിത്തറയിട്ട് പണിതിട്ട് ലോകത്തിന്നും നിൽക്കുന്ന ഏക പ്രസ്ഥാനം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. ഈ രാത്രി ഉറവക്കലിൽ ഈ കെട്ടിയൊരുക്കിയ പന്തലിൻ്റെ നടുക്ക് നമ്മൾ ഇത്ര പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒറ്റ വ്യക്തിവിശേഷത്തിൻ്റെ ആ ആരാധ്യതയുടെ, അതുല്യതയുടെ, അപാരതയുടെ, ആ നിസ്തുല്യമായ മഹിമയെ വാഴ്ത്തിപ്പുകഴ്ത്തുന്നത് കൊണ്ടാണ്. കാലങ്ങൾക്ക് മാച്ചുകളയാനാകാത്ത, കാലപ്രഹരങ്ങൾക്ക് തകർക്കാനാകാത്ത, ചരിത്രത്തിന് എഴുതിത്തള്ളാനാകാത്ത ഏക നിത്യ സത്യ തത്വം. ആ തത്വം ഒരു വ്യക്തിത്വമാണ്. നമ്മൾ ഇന്ന് രാത്രി ഉയർത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ മരണം, പുനരുത്ഥാനം, അതിനെക്കുറിച്ച് സെന്റ് പോൾ പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. പ്രിയപ്പെട്ടവരെ, ആദിമ ശതകം മുതൽ നമുക്കുള്ള ഒരു ആരോപണമാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ മരണം ആഘോഷിക്കുന്നു. ആ വാക്ക് കടന്ന വാക്കാന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ക്രിസ്തു മരിച്ചതിൽ ദുഃഖാചരണം നടത്താറില്ല. ദുഃഖമുണ്ട്, പക്ഷെ ദുഃഖാചരണം നടത്താറില്ല. ക്രിസ്തു മരിച്ചതിൽ നമ്മൾ ദുഃഖാചരണം നടത്തുമായിരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ എല്ലാ മരണങ്ങളും ആചരിക്കാനുള്ളതാകുമ്പോൾ ആഘോഷിക്കപ്പെടുന്ന ഏക മരണം ഞാൻ ആരാധിക്കുന്ന നിസ്തുലനായ ക്രിസ്തുവിൻ്റെ മരണം. അതിൻ്റെ കാരണം, ആ മരണത്തിൻ്റെ പ്രത്യേകത ഞാൻ ഒടുവിൽ പറയാൻ വെച്ചതാണ്, വന്ന വഴിക്കങ്ങ് പറയാം. ലോക ചരിത്രത്തിലെ എല്ലാ മരണങ്ങളും, ഈ മരണത്തെ എത്ര താത്വികമായ ഭാഷയിൽ നമ്മൾ അവലോകനം ചെയ്താലും, എത്ര സുന്ദരമായ പദസുമങ്ങൾ കോർത്തെടുത്ത് മഹാകാവ്യങ്ങളുടെ പുഷ്പമാലകങ്ങൾ നമ്മൾ തീർത്താലും, മരണമെന്ന് പറയുന്നത് എപ്പോഴും ഞെട്ടിക്കുന്ന സത്യമാണ്. വെട്ടിപ്പിടിച്ചതൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ആരെയും അനുവദിക്കാതെ വേട്ടയാടിക്കൊണ്ടുപോകുന്ന മനുഷ്യവർഗത്തിന്റെ
മനുഷ്യന്റെയും മരണം, മരണമെന്ന പ്രപഞ്ച സത്യത്തിന്റെ മുമ്പിൽ തോറ്റ മരണം, ലോകത്തെ എല്ലാ മഹാന്മാരുടെയും മരണം മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങിയ മരണമാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ മരണം മരണത്തിന്റെ മുമ്പിൽ കീഴമർന്ന മരണമല്ല, മരണത്തെ കീഴമർത്തിയ മരണം, മരണത്തിന്റെ മരണക്കുറി എഴുതിയ മരണം, മരണത്തിന്റെ പരാജയം അടിയറവപ്പിച്ച മരണം, മരണത്തിന്റെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രത്തിന്റെയും ശൂലമുനയ നടുകെ ഒടിച്ച മരണം, മരണഭീതി മാറിയ ഇടം, യേശുക്രിസ്തു മരിച്ച കുരിശിന്റെ സന്ദേശം. ഈ ഒരു ഊർജം നമുക്ക് ഇത് പ്രസംഗിക്കുമ്പോൾ നമുക്കുണ്ട്. നമുക്കും കേവല മരണപേടിയൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ദൈവം തന്ന വിലപ്പെട്ട ജീവനോടുള്ള ബഹുമാനം. ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ ആശുപത്രിയിൽ പോകുന്നത്? ഇത് നമ്മളായിട്ട് ഇങ്ങോട്ട് തന്നതല്ല, നമ്മളായിട്ട് ഇത് എടുക്കാനും പാടില്ല. ഈ രാജ്യത്തെ നിയമമുണ്ട്, ഞാൻ ആശുപത്രിയിൽ പോയില്ലെങ്കിൽ എന്നെ കയ്യും കാലും കെട്ടി കൊണ്ടുപോകണമെന്ന്. വേണമെന്ന് ഞാൻ പറയല, ഞാൻ പറഞ്ഞു വന്നത്. ഇതിന്റെ എല്ലാം കുറ്റം ദൈവത്തിനാണ്. ദൈവത്തിനാണെന്നല്ല പറഞ്ഞ, ചിലർ ആരോപിക്കുന്ന പറഞ്ഞ. ഈ ഫുൾ സ്റ്റോപ്പ് വരുമ്പോഴുള്ള പ്രശ്നം അതാ. ഈ 2 ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. വെട്ടിയെടുത്ത് കൊണ്ടുപോയി ടെലികാസ്റ്റ് ചെയ്യും. ഞാൻ ഓർക്കാറുണ്ട്, ഈ 2.5 മണിക്കൂറുള്ള വീഡിയോ ആരും കാണാറില്ല. ഇത് മാത്രം എങ്ങനെ കൃത്യമായി കാണുന്നു. ഒരു കുഴപ്പമില്ലാത്ത ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇതെല്ലാം ഈ ദൈവത്തിന്റെ കുഴപ്പമായിട്ടാണ് ആളുകൾ പറയുന്നത്. ഒരുത്തൻ ഗതികെട്ട് കിടക്കുക, അവനെ മരിക്കാനും സമ്മതിക്കില്ല. ആത്മഹത്യ ചെയ്തിട്ട് മരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആത്മഹത്യാ കുറ്റം ഈ സർക്കാർ ചുമത്തും. അത് ബൈബിൾ എഴുതിയിട്ടല്ല. കാരണം ഈ ജീവന് സ്റ്റേറ്റ് വില കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റേറ്റ് ഇത്രയും നിങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നെങ്കിൽ, ഈ സ്റ്റേറ്റിന്റെ ഭരണഘടന എഴുതിയ ഞാൻ ബഹുമാനിക്കുന്ന മഹാനായ അംബേദ്കർ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞിട്ടില്ല. വെടിഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ നമ്മളകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ വേണ്ടി അവരുടെ ജീവൻ നമുക്ക് വേണ്ടി വെച്ചു തരാതിരിക്കുമ്പോൾ, ഈ ലോകത്തെ ഏത് ഗവൺമെന്റിനേക്കാളും ഉദാത്തമായി, ഉദാരപരമായി മനുഷ്യവർഗത്തിന്റെ ജീവന് മൂല്യം കൽപ്പിക്കുന്ന സ്വർഗത്തിലെ ഗവൺമെന്റ് മനുഷ്യന്റെ ജീവന് പകരം ജീവൻ കെട്ടിവെച്ച സന്ദേശം ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ക്രൂശിതനായ ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഈ വിളിക്കാത്ത കല്യാണത്തിന് പോകരുതെന്ന് പറഞ്ഞ്, ഞാൻ നാളെ ഇവിടെ വന്നാൽ എൻ്റെ സീറ്റ് ഇവിടെയല്ല, താഴെയാണ്. ഒരു ഫംഗ്ഷന് ചെല്ലുക, അവിടെ ചെല്ലാനുള്ള ഏക യോഗ്യത ആ ഫംഗ്ഷന്റെ ഓണർ, ഉടമസ്ഥൻ വിളിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഈ തുറന്ന സദസ്സിന്റെ മുമ്പിൽ, ഈ പൊതുജന സമക്ഷത്ത് നമ്മൾ ഇങ്ങനെ ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്താൻ ഇവിടെ കൂടിയതിന്റെ കാരണം നമ്മൾ വന്നു കയറിയതല്ല. കാൽവരിയിൽ വെച്ച് നമുക്ക് ലഭിച്ച ക്ഷണക്കത്ത് നമ്മെ വിളിച്ചു വരുത്തിയത്, അതിന് കൊടുത്ത മൂല്യം. ക്രിസ്തു ആകസ്മികമായുണ്ടായ അത്യാഹിതമല്ല ക്രിസ്തുവിന്റെ മരണം. എങ്ങനെയും സംഭവിച്ചതല്ല. ചരിത്രത്തിന്റെ നീടുറ്റ ഏടുകളിൽ തങ്കത്തിളക്കത്തോടെ, പത്തരമാറ്റ് തിളക്കത്തോടെ, കാലത്തിന് മായ്ക്കാനാകാത്ത നിത്യതയുടെ മേലെഴുത്ത്, അതാണ് സുവിശേഷം. ഇനി പറയുന്നത്, ഈ ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനയിലെ മുക്കുവന്മാർ എഴുതി വെച്ച കഥയാണോ ചരിത്രം എന്ന് ചോദിച്ചാൽ, ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? ഈ കുത്തു
പൊട്ടും കോമയും വ്യാക്ഷേപവുമിട്ട് തലക്കെട്ടും വെച്ച് പിക്ചറും ഫിക്റ്റ് ചെയ്ത് പുറംചട്ടയടിച്ച് സർക്കാർ അച്ചടിച്ചു തരുന്ന പാഠപുസ്തകത്തിലെ പോലെ 1000 ആണ്ടുകൾക്ക് മുമ്പ് സ്റ്റഫ് ചെയ്ത് വെച്ചതല്ല ചരിത്രം. സത്യസങ്കല്പ സങ്കലിതമായ സംസ്കാര രൂപങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്തത്, കാലപ്രവാഹങ്ങൾ ഒഴുകിയ കരയിൽ നിന്നെടുത്തത്, കാതിൽ നിന്ന് കാതിൽ പടർന്ന വായ്ത്താരികളിൽ നിന്ന്, വാമൊഴി വഴക്കങ്ങളിൽ നിന്ന്, ഭൂമിയുടെ ഗർഭഗ്രഹത്തിൽ നിന്ന്, വരയിൽ നിന്ന്, കുറിയിൽ നിന്ന് ഒക്കെ മനനം കൊണ്ട് ഖനനം ചെയ്തെടുത്തും മദനം ചെയ്തും ത്യാജ്യഗ്രാഹ്യശേഷിയുടെ തട്ടിലിട്ട് തട്ടിക്കിടിച്ചു പോളിഷ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയ ആധുനിക ചരിത്രം, കഥയുടെ ഉള്ളിലെ കഥ തിരഞ്ഞുകൊണ്ട് കൊള്ളേണ്ടതിനെ കൊണ്ടും തള്ളേണ്ടതിനെ തള്ളിയും കൂട്ടിച്ചേർക്കേണ്ടതിനെ കൂട്ടിച്ചേർത്തും ചരിത്രരചനയുടെ ടൂളുകൾ അനുസരിച്ച് നിർമ്മിച്ചെടുത്ത ചരിത്രം, അതാണ് ഇന്നത്തെ ചരിത്രം. ആ ചരിത്രത്തിന്റെ ആധികാരികമാണെങ്കിൽ, ആ ചരിത്രം ആധികാരികമാണെങ്കിൽ, ചരിത്രത്തിന്റെ ചരിത്രമെന്നറിയപ്പെടുന്ന നസ്രായനായ ക്രിസ്തുവിന്റെ ചരിത്രം ഈ ലോകത്തെ ഏത് ചരിത്രത്തെക്കാളും ആധികാരികതയുള്ള ചരിത്രം. അതിന്റെ ഭാഗം പറയാം. സോക്രട്ടീസ് BC 227-228 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. 339 മരിച്ചു. പ്ലേറ്റോ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി. ആ പ്ലേറ്റോ എഴുതിയത് 339 ശേഷമാണ്. ആ പ്ലേറ്റോയുടെ കൃതിയുടെ ആദ്യത്തെ പകർപ്പ് AD 90 ചരിത്രമെന്ന വാക്ക് ലോകത്തിന് ആദ്യം കൊടുത്ത ഹെറോഡോട്ടസ് ഹിസ്റ്റോറിയ BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പതിപ്പ് AD 90. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സമകാലികരും പൂർവകാലികരും പിൽക്കാലത്ത് വന്നവരുടെയൊക്കെ ചരിത്രം നോക്കിക്കഴിയുമ്പോൾ കാലങ്ങളുടെ അന്തരം കടലോളമാണ്. പക്ഷെ AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ AD 56 സെന്റ് പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചെഴുതി. AD 95 പുതിയ നിയമം പൂർത്തിയായി. ഇന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കയ്യെഴുത്ത് പ്രതികൾ, ആ പ്രതികളെ പിന്താങ്ങുന്ന ഉപദാനങ്ങൾ എല്ലാം കൂടി മാനുസ്ക്രിപ്റ്റുകൾ ഈ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിന്റെ പ്രഥമാർദ്ധത്തിലുമുള്ളത് 20,000-ഓളം കയ്യെഴുത്ത് പ്രതികൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളപ്പോൾ ഈ ചരിത്രം എഴുതിത്തള്ളിയാൽ ചരിത്രം എന്ന് പറയുന്ന ഒന്ന് ലോകത്തില്ലെന്ന് പറയേണ്ടി വരും. അങ്ങനെ ക്രൈസ്തവം അസ്ഥിവാരമിട്ടിരിക്കുന്നത് ഊഹാപോഹങ്ങളുടെ മണൽപ്പരപ്പിലല്ല, വസ്തുതകളുടെ ഉറച്ച ശിലാഹൃദയത്തിൽ സ്തംഭപ്രതിഷ്ഠിതമായ സത്യം, അതാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ഇത് ഊഹാപോഹമല്ല. അപ്പോൾ ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ പ്രവചനങ്ങൾ, അടയാളപ്പെടുത്തിയ ജീവിതമാണ് യേശുക്രിസ്തുവിൻ്റേത്. 486 പ്രവചനങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ചുണ്ടെന്ന് യഹൂദന്മാരുടെ റബ്ബിമാര് വേർതിരിച്ചിരിക്കുന്നു. അതിൽ 75 മോശയുടെ ഗ്രന്ഥപഞ്ചകങ്ങൾ, 238 പ്രവാചക സാഹിത്യം, 138 അത് എഴുത്തുകളിൽ നിന്ന്. അതിൽ കർത്താവായ യേശുക്രിസ്തു വിചാരണയേറ്റ് മരിക്കുന്ന ഒറ്റ ദിവസത്തിലെ 24 മണിക്കൂർ, ആ 24 മണിക്കൂറിനുള്ളിൽ നിറവേറിയത് 33 പ്രവചനങ്ങൾ. സ്വന്തം ജനതയുടെ കുറ്റാരോപണം കൊണ്ട് അതീശശക്തിയായ റോമൻ സാമ്രാജ്യത്തിന്റെ ഗവൺമെന്റ് കുരിശിൽ തറച്ച ഒരു വ്യക്തി, ആ മരിക്കുന്ന ഒറ്റ ദിവസം 33 പ്രവാചകന്മാരുടെ പ്രവചന സൂക്തങ്ങൾ അന്വക്ഷരമായി നിറവേറിയെങ്കിൽ ഇത് ആകസ്മികമല്ല, ഇത് യാദൃശ്ചികമല്ല,
യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും പുനരുത്ഥാനവും എന്ന് പറയുന്നത് ആ കാലാതീതനായ ദൈവത്തിന്റെ ആ സകല കലാനിധിയുടെ അനാദി നിർണയത്തിന്റെ കാലാവിഷ്കാരമാണ്. കാൽവരിയുടെ വേദികയിൽ ആ ബലിത്തറയിൽ ദൈവകുമാരൻ പിടഞ്ഞു മരിച്ചിടത്ത് നിറവേറിയത്. പറഞ്ഞു വെച്ചു, അല്ല നടന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം വാഗ്ദാനമാണ്. നമുക്കറിയാം, 33:15 സ്ത്രീയുടെ സന്തതി പിശാചിന്റെ നേടിയിട്ടില്ല, സർപ്പത്തിന്റെ തല തുറക്കും, നീ അവന്റെ കുതികാല് കടിക്കും. ഇത് വാഗ്ദത്തം കൂടെയാണ്. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ക്രിസ്തുവിന്റെ കുരിശുമരണം പ്രസംഗിക്കുമ്പോൾ, ഈ നമ്മുടെ വില എന്ന് പറയുന്നത് ഈ നമുക്ക് ലഭിച്ച രക്ഷയുടെ ക്രിസ്തു സഭയുടെ പ്രിവിലേജ്, അതൊരർത്ഥത്തിൽ വാഗ്ദത്തങ്ങളുടെ വിലയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ കറൻസി 2000 രൂപ. ഈ 2000 രൂപയുടെ കറൻസി കടലാസ് നമ്മൾ പറയും, കടലാസല്ല ശരിക്കും. അത് ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത് ദേശീയ രഹസ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് പോലും അറിയില്ല പൂർണ്ണമായും. അതങ്ങനെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഒരു അഭിമാനമുണ്ട്. അതോടെ നിൽക്കട്ടെ. അപ്പോൾ കടലാസ് എന്ന് വിചാരിക്കുക, 2000 രൂപയുടെ നോട്ടിന് ആ കടലാസിൻ്റെ മൂല്യം കിട്ടിയാൽ 2 രൂപ വരില്ല മാക്സിമം. അത് ഡിസ്കൗണ്ട് റേറ്റിലാണെങ്കിൽ അതിലും താഴും. 100 ഒന്നിച്ചെടുത്താൽ പിന്നെയും കുറയും. പക്ഷെ 2000-ന്റെ നോട്ട് ഇപ്പോൾ ഇല്ല. പക്ഷെ 2000-ന്റെ നോട്ട് 100 ഒന്നിച്ചെടുത്ത വില കുറയാറില്ല. അതിൻ്റെ കാരണമുണ്ട്. ഈ 2000 രൂപയുടെ നോട്ടിന് ഒരു മൂല്യം കൊടുക്കുന്നത് അതിലൊരു വാഗ്ദാനമുണ്ട്. I promise to pay the bearer the sum of the 2000 rupees. ഞാൻ നിങ്ങൾക്ക് 2000 രൂപ വാഗ്ദാനം ചെയ്യുന്നു. ബൈ റിസർവ് ബാങ്ക് ഗവർണർ എന്നാണ്, കോന്തം ഗോപാലൻ എന്നല്ല. അതാണ് വില. ഇനി അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ റിസർവ് ബാങ്ക് ഗവർണർക്ക് അങ്ങനെ നോട്ടടിക്ക് ചുണക്കാൻ പറ്റില്ല. നോട്ടടിക്കാറേ ഇല്ലല്ലോ, പുള്ളി ഒപ്പിടാറല്ലേ ഉള്ളൂ, ഉപ്പ് മാത്രം. അതാണ്. അപ്പോൾ 5 രൂപ വരെയുള്ള നോട്ടുകൾ സെൻട്രൽ ഗവൺമെന്റിന് നേരിട്ടടിക്കാം. 5 രൂപയ്ക്ക് മുകളിലുള്ളത് ബഹുമാനപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അടിക്കുന്നത്. അങ്ങനെ അടിക്കുമ്പോൾ വെറുതെ അടിക്കാൻ പറ്റില്ല. വെറുതെ അടിച്ചാലത്തെ കുഴപ്പം, ഇന്ത്യ ചരിത്രത്തിലെ ബുദ്ധിമാനായ വെഡ്ഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇദ്ദേഹം വലിയ ഉപകാരം ചെയ്തു, നല്ല കാര്യം തന്നെ ചെയ്തത്. സ്വർണ്ണ നാണയങ്ങളും വെള്ളിയും മാറ്റി ചെമ്പ് കൊണ്ട് നാണയം അടിച്ചു. പക്ഷെ കുത്തക സർക്കാരിലല്ലായിരുന്നു, കണ്ട കൊല്ലന്മാരെല്ലാം കമ്മട്ടം നിർത്തി തുട്ടടിച്ചു. 2000 രൂപയുടെ 1 ലക്ഷം നോട്ടടിക്കണമെങ്കിൽ അത്രയും രൂപയുടെ മൂല്യമുള്ള സ്വർണം, അത് പുറത്ത് കിടക്കുന്ന സ്വർണം വെളിച്ചം കാണാത്ത സർക്കാർ ഖജനാവിന്റെ ഉള്ളറയിലേക്ക് വെക്കണം. ഇതുപോലെ പാപം നിമിത്തം നഷ്ടപ്പെട്ട നരവർഗത്തിന് വാഗ്ദാനങ്ങളുടെ മൂല്യലോകം കൊടുക്കാൻ, സ്വർഗരാജ്യത്തിന്റെ ആധാരം കൊടുക്കാൻ, ദൈവം കൊടുത്ത വാഗ്ദാനത്തിന് കെട്ടിവെച്ച വില. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. നമ്മുടെ ശിരസിന്റെ മുകളിൽ വീണ രക്തത്തിന്റെ വില, ആ വീണ രക്തത്തിന്റെ ചൂരും ചുടയും, അത് ഉള്ളിൽ തിരതള്ളുമ്പോഴുള്ള ഒരാർജവമുണ്ട്. അതിൽ നിന്ന് നിർഗളിക്കുന്ന സ്തോത്രമഞ്ജരിയുടെ ശക്തി എന്ന് പറയുന്നത് അറബിക്കടൽ ആർത്തിരമ്പി വരുന്നതിലും വലുത്. മൂലമറ്റം പവർ ഹൗസിലെ മുഴുവൻ വൈദ്യുതിയുടെയും ആകെ ബലതന്ത്രത്തെക്കാൾ, ബലപ്രസരണത്തെക്കാൾ വലുത് ഈ ലോകത്തെ മുഴുവൻ ആറ്റം ബോംബുകളും ഒന്നിച്ചു പൊട്ടുന്നതിനേക്കാളും വലിയ ശക്തിയാണ് ക്രിസ്തുവിന്റെ രക്തം നമുക്ക് നൽകുന്ന ആർജവം. അതല്ലേ നമുക്കൊരു ബലം, അല്ലാതെ വേറെ എന്തോ ഉള്ളത്? നമുക്ക് വല്ല സെക്യൂരിറ്റി ഉണ്ടോ?
അടിച്ചാൽ പോലും തിരിച്ചടിക്കാൻ പറ്റുമോ? എന്നിട്ടും നമ്മളെപ്പോലെ പേടിയില്ലാത്തൊരു വർഗ ലോകത്തുണ്ടെങ്കിൽ, പേടി എന്ന് പറഞ്ഞതിനെ പേടിപ്പിച്ചോടിപ്പിച്ച് അവൻ്റെ പിൻഗാമികളാണ്. ബൈബിൾ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞതേ ഉള്ളൂ, നിൽക്കട്ടെ. ഇനി ഈ ഷർട്ട് ഇത് 6000 രൂപ. ഇതല്ല, ഇത് സാധാരണ ഒരു ഖാദി തുണിയാണ്. പറയും ഞാനിത് 6000 രൂപയ്ക്ക് എടുത്താണ്. നല്ലതാണെങ്കിൽ പോലും കൊച്ചാക്കാനാണ് നമുക്കിഷ്ടം. അപ്പോൾ പറയും, ഓ എറണാകുളത്ത് ഫുട്പാത്തിൽ നിന്ന് എടുത്തതിന് ഇതിനേക്കാളും പകിട്ടുണ്ടല്ലോ. സംഭവം സത്യമാണ്. പക്ഷേ അത് വെട്ടിത്തയ്ച്ച കത്രികയല്ല, ഇത് വെട്ടിത്തയ്ച്ചത്. അതിൽ പതിച്ച സ്റ്റിക്കറല്ല ഇതിൽ പതിച്ചത്. മൊത്ത വിലക്കെടുത്താൽ 1500 രൂപ റോളുള്ള തുണി കൃത്യമായ മെഷർമെന്റിൽ വെട്ടിത്തയ്ച്ച് പേറ്റന്റ് ഉള്ള കമ്പനിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ 200 രൂപയുടെ തുണിക്ക് 6000 രൂപയുടെ മൂല്യം വന്നെങ്കിൽ നമ്മുടെ ഈ പാപം കൊണ്ട് വിലകെട്ട അപകൃഷ്ടമായ ജീവിതത്തിലേക്ക് നമ്മുടെ മേൽ തളിച്ച വിശുദ്ധ രക്തത്തിന്റെ വില ഇന്ന് രാത്രി നമുക്ക് മൂല്യം നൽകിയത് ക്രിസ്തുവിന്റെ മരണം. ക്രിസ്ത്യാനിത്വത്തിന്റെ ഗർഭഗ്രഹമാണ് കാൽവരിയിലെങ്കിൽ ആ ഗർഭഗ്രഹത്തിലെ ഈറ്റുനോവാണ് ക്രിസ്തുവിന്റെ ബലിമരണമെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ പിള്ളത്തൊട്ടിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ തുറന്ന കല്ലറ. ആരാണ്ട് പറഞ്ഞത് കൊണ്ട് ഏതാണ്ട് കേട്ട് നടക്കുന്നവരല്ല നമ്മൾ. വോൾട്ടയർ പറഞ്ഞു, ജെറുസലേമിൽ തുറന്നു കിടക്കുന്ന കല്ലറ വിശ്വാസ പ്രമാണമായ മണ്ടന്മാർ. അതെ, അതാണ് നമ്മൾ. അടച്ചിട്ട കല്ലറയ്ക്ക് പൂമാല ചാർത്തി നെയ്ത്തിരിയും മെഴുതിരിയും കത്തിച്ച് അവിടെ നിന്ന് തുടങ്ങിയ പ്രസ്ഥാനമല്ല ക്രിസ്ത്യാനിത്വം. മരണത്തീയതി കുറിക്കാതെ അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഫലകം വെച്ചിട്ടില്ല. വെച്ചാൽ അതേ വെക്കാൻ പറ്റൂ. അങ്ങനെ കൊത്തിവെക്കാവുന്ന ലോകത്ത് ഏക കല്ലറയുടെ നടുവിൽ തുടങ്ങിയ പ്രസ്ഥാനം. നിസ്സാര കാര്യമല്ല. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ക്രിസ്തുവിൻ്റെ മരണം പോലെ തന്നെ പ്രധാനം പുനരുത്ഥാനവും. പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം നടന്നു. യെശയ്യാവ് 50:6 അടിക്കൂന്ന് പറഞ്ഞു, തൊട്ടടുത്ത് വയ്ക്കും കുത്തൂന്ന് പറഞ്ഞു. മത്തായി 27, യോഹന്നാൻ 19 അടിക്കുകയും ചെയ്തു, കുത്തുകയും ചെയ്തു. തുപ്പൂന്ന് പറഞ്ഞു, തുപ്പുകയും ചെയ്തു. ഈ പറഞ്ഞതല്ലാതെ നടന്നിട്ടില്ല. പുറം ഒഴവുചാല് പോലെ കീറും, അത് നടന്നു. യെശയ്യാവ് 53 കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും വായു തുറക്കാതിരുന്നു. ഈ നാദമായ നാദങ്ങൾക്കൊക്കെ കാരണമായ വേദനാദം, അതിന്റെ നരരൂപമായി വന്നു നിന്നവൻ ഒന്ന് ശബ്ദിച്ചപ്പോൾ അലറി മറിഞ്ഞ് അലമാലകളോടെ ആർത്തു വന്ന സമുദ്രം അലയടങ്ങി നിന്ന വാക്ക്. നാട്ടുകാർക്ക് മുഴുവൻ മെരുക്കാനാകാതെ പേടി സ്വപ്നമായി പേപിടിച്ച് ശവക്കല്ലറ വീടാക്കി നടന്നവന്റെ നേർക്ക് നിന്നുകൊണ്ട് പതുക്കെ പറഞ്ഞപ്പോഴും അവൻ പതുങ്ങി നിന്ന യാജ്ഞാശബ്ദം. മരിച്ച ജായിറോസിന്റെ മകളുടെയും ശവസംസ്കാരത്തിന് കൊണ്ടുപോകുന്ന നയ്യിന്റെ വിധവയുടെ മകനെയും കല്ലറയ്ക്കകത്ത് വെച്ച് നാറ്റം വെച്ച് നാനാതരത്തിലുള്ള സാംക്രമിക ജീവികളുടെ നൃത്തവേദിയായി തീർന്ന് അഴുകിത്തുടങ്ങിയ ശരീരമുള്ള ലാസറിനെയും വിളിച്ചപ്പോൾ തടസ്സം പറയാതെ പുറത്തു വരുത്തിയ ആജ്ഞാശബ്ദത്തിന്റെ ഉടയവനായ ദൈവം തിരിച്ചു പറഞ്ഞാൽ മറിച്ചു പറയാൻ എഴുന്നേറ്റ് നിൽക്കാതെ മറിഞ്ഞു വീഴുന്ന ചത്തുമലർക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ കയ്യും കെട്ടി നോക്കി നിന്നതിന്റെ കാരണം തിരുവെടുത്ത് പറഞ്ഞതുപോലെ മിണ്ടാതിരുന്നു.
1-2 ഭാഗം പറഞ്ഞിട്ട് ഞാൻ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലേക്ക് പ്രവേശിക്കാം. പറഞ്ഞതാണല്ലോ 41:9 സങ്കീർത്തനം. എൻ്റെ അപ്പം തിന്നവനും ഞാൻ സ്നേഹിച്ചവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ എൻ്റെ തല കുതികാല്. അത് സാഹിത്യപ്രയോഗ കുതികാല്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. സാഹിത്യം മാത്രമല്ല, ഒരപ്പക്കഷ്ണം ചാറിൽ മുക്കി യൂദാ ഇസ്കരിയോത്തിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അപ്പം തിന്ന സ്നേഹിതനായി. ആദ്യം അവനാണ് കൊടുത്തതിൻ്റെ കാരണം നിറവേറാനാണ്. ഒന്നുകൂടെ പറയാം, 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും. അത് പുറപ്പാട് പുസ്തകത്തിൽ ഒരു അടിമയെ കാള കുത്തിക്കൊന്നാൽ കാളയുടെ ഉടമസ്ഥന് കൊടുക്കുന്ന പ്രതിശാന്തിയാണ്. അന്ന് അടിമ ഉടമസ്ഥയൊക്കെ ഉണ്ട്. അടിമയൊക്കെ അത്ര വിലയുള്ളൂ, 30 വെള്ളിക്കാശ്. അത് സക്കറിയാവ് 11:12-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ വില തൂക്കിത്തരുവിൻ. 30 വെള്ളിക്കാശ്. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വില. എന്നിട്ട് പറയുന്നു, ഇത് ശ്രീഭണ്ഡാരത്തിലിടണം. മത്തായി 27:3 നമ്മൾ നോക്കണം പ്രിയപ്പെട്ടവരെ. ഇത് പ്രവചിച്ചിട്ട് തോട്ടിൽ കൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി. 3 വർഷം മുമ്പത്തെ കൂലിക്ക് പെയിന്റ് അടിക്കാനും മേസ്തിരിപ്പണിക്കും പോകുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ കുറെ നാൾ ജോലിയൊക്കെ ചെയ്തതാ. പട്ടിണി ഇരുന്നാലും ഞാൻ പോറില്ല. പിന്നെ വെറുതെ ചെയ്ത് കൊടുത്തേക്കാം. അതല്ലാതെ സക്കറിയാവ് പ്രവചിച്ചിട്ട് 5 നൂറ്റാണ്ട് അപ്പുറം കടന്നിട്ടോ ഈ കൂലിക്ക് എന്താ മാറ്റം വരാത്തേ? ഇത് ഷെക്കേലാണ്. അപ്പൊ ഈ 30 ഷെക്കേലിന് ഒറ്റിക്കൊടുത്തു. ആവശ്യം മതപുരോഹിതന്മാരുടേതാണ്. 40 ചോദിച്ചാലും കൊടുക്കും. എന്താ യൂദാ വില പേശാഞ്ഞേ? 25 ഇറക്കി വെച്ചാലും കാശ് കൈയിട്ട് വാരി ശീലിച്ച യൂദാ ഒടുക്കൽ സമ്മതിക്കും. എന്താ 25 ആകാത്തെ? ഒറ്റ കാര്യം തിരുവെഴുത്തിൽ എഴുതി വച്ചു. 30 വെള്ളിക്കാശിന് പ്രപഞ്ചത്തിന്റെ ചക്രവർത്തി മഹാധനികനായ ദൈവം ഒരു അടിമയുടെ വിലയ്ക്ക് വിൽക്കപ്പെടണം. പറഞ്ഞ നിവൃത്തി. മറ്റോടെ പറയാം, ഞാൻ ഈ തിരുവെഴുത്തിന്റെ നിവൃത്തിയുടെ സൂചനയാണ് പറയുന്നത്. പുരോഹിതന്മാരെല്ലാം കൂടെ തീരുമാനിച്ചു, ചോരയുടെ വില കൊടുക്കാം, തിരിച്ചു വാങ്ങാൻ പാടില്ല. ഇതാണ് ലോകം. പാപം ചെയ്യാൻ വേണ്ടി ചതിക്കുഴിയിൽ ചാടിക്കാൻ വേണ്ടി ഒത്താശ ചെയ്യുന്നവൻ കൊടുത്ത കുറ്റം തിരിച്ചെടുക്കില്ല. ആരും എടുക്കില്ല. തട്ടുകേട് പറ്റി ആരും തിരിച്ചെടുക്കില്ല. പക്ഷെ കൊടുക്കാത്ത കുറ്റം തിരിച്ചെടുത്തൊരു വ്യക്തിയെ ഈ രാത്രി ഞാൻ അഭിമാനത്തോടെ ഉയർത്തുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വന്തം കയ്യിൽ നിന്നും വന്ന കൈക്കുറ്റപ്പാടല്ലാതിരുന്നിട്ടും മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ വീട്ടാക്കണം വീട്ടി തീർക്കാൻ വേണ്ടി നിത്യതയുടെ കാര്യപരിപാടിയിൽ നിന്നും കാലത്തിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടപ്പെട്ട് മരിച്ച് ഉള്ളിന്റെ ഉൾക്കൂടിൽ ഉയിര് തുടിക്കുന്ന ഹൃദയത്തിലെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന സ്നേഹസ്വരൂപനായ വ്യക്തിപ്രഭാവത്തെ ഈ ഉറവക്കൽ ഞങ്ങൾ ആകാശം മുട്ടുന്ന അഭിമാനത്തോടെ ഉയർത്തുന്നു. ഈ ശബ്ദ പരിസരത്ത് ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തെ, നിരാശയുടെ നീർക്കയത്തിലേക്ക് ജീവിതം ആണ്ടാണ്ട് മുങ്ങി കട്ടപിടിച്ച ഇരുട്ടിന്റെ കോട്ടയ്ക്കകത്ത് പാപത്തിന്റെ ലംഘന കൊണ്ട് തളയ്ക്കപ്പെട്ട് മോചനത്തിന്റെ വിദൂര സാധ്യതയും അപ്രത്യക്ഷമായി മരണത്തിന്റെ കരകാണാ കയത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ദിവസത്തിന് വേണ്ടി പ്രാഗി ഉരുകുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്നും ഈ പത്മവ്യൂഹത്തിൽ നിന്നും തിന്മയുടെ അരക്കില്ലത്തിൽ നിന്നും പ്രതീക്ഷയുടെ പ്രശാന്തിയുടെ പുത്തൻ ജീവിതത്തിന്റെ പുനരിപ്ര സമ്മാനിക്കുന്ന പുത്തൻ താരോദയം നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പറയുന്നു യേശുക്രിസ്തു. ഞങ്ങളുടെ അനുഭവമാണ്. ഒന്നുകൂടെ പറഞ്ഞ അനുഭവത്തോടെ
എന്തിനാ ഞാൻ എൻ്റെ ക്രിസ്തുവിനെ ആരാധിക്കുന്നു? എൻ്റെ രോഗം മാറിയതുകൊണ്ടല്ല. മാറിയാൽ ഞാൻ ആരാധിക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. രോഗം മാറാൻ ചിലപ്പോൾ ഡോക്ടറായാലും മതി, അതുകൊണ്ട് ഞാൻ ഡോക്ടറെ ആരാധിക്കാറില്ല. ഇതിനൊന്നും കർത്താവ് വേണമെന്നില്ല. മാറാ രോഗം മാറ്റാനേ കർത്താവ് മതിയുള്ളൂ. ചില രോഗമൊക്കെ മനുഷ്യൻ വിചാരിച്ചാലും മാറും. കടം മാറാൻ കർത്താവ് വേണമെന്നില്ല. കാരുണ്യവാനായ ഏതെങ്കിലും യൂസഫ് അലി സാഹിബിനെ പോലുള്ളവരും മതി. എന്ത് ചെയ്യാനാ, പുള്ളി നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളവരെ. പക്ഷെ പാപം മാറാൻ, പാപത്തിന്റെ ശിക്ഷ മാറാൻ, ആ പാപജന്യമായ ജീവിതത്തിലെ അഭിശപ്തതകളെ അടിമുടി വിടുതറിയാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി, പാപത്തിന്റെയും ശാപത്തിന്റെയും കാലുകളിൽ തളയിട്ട വ്യക്തിപ്രഭാവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒന്നുകൂടെ പറയാം, നിത്യതയിൽ എന്തിന് ക്രിസ്തുവിനെ ആരാധിക്കുന്നു? ഇവിടെ മാത്രമല്ല, നിത്യതയിൽ നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തുവിനെയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. വെളിപ്പാട് 5:10, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. നീ അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു. മതം ഭരിക്കുന്നവൻ പുരോഹിതൻ, രാജ്യം ഭരിക്കുന്നവൻ രാജാവ്. ഇത് രണ്ടും നമ്മളെ ആക്കിയെന്ന്. ഇന്നല്ല അന്ന്, ഇപ്പോഴാക്കി ഭരണമെന്നാണ്. അത് മാത്രമല്ല സന്തോഷിപ്പിച്ചത്, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടുന്നു. അവൻ, ക്രിസ്തു മാത്രം എന്നല്ല. ഇത്ര കൊല്ലമായിട്ട് എന്നെക്കുറിച്ച് ആരൊരു പാട്ട് എഴുതിയിട്ടില്ല. ഇനി എഴുതണ്ട, എഴുതിയാൽ അതെങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലകാല ദ്രവ്യ ഊർജം ഇതെല്ലാം നിബിഡീകൃതമായ സ്ഥൂല പ്രപഞ്ചം, സ്ഥൂലം പോലെ തന്നെ അദൃശ്യവുമാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ സപ്തസ്വരങ്ങളും ആ സപ്തസ്വരങ്ങളുടെ സമ്മേളനമായ ആയിരക്കണക്കിന് രാഗങ്ങളും ആ രാഗങ്ങൾ ചേർന്ന് ജനിക്കുന്ന ജന്യരാഗങ്ങളും ആ ജന്യരാഗങ്ങളുടെ ഭാവങ്ങളും ആ ഭാവങ്ങൾ ഉടലെടുക്കുന്ന പുത്തൻ സങ്കേതങ്ങളും എല്ലാമുള്ള ഈ ലോകത്ത് ശബ്ദം നിർമ്മിച്ച ദൈവത്തിൻ്റെ മാലാകമാര്, ശ്രുതി തെറ്റാതെ, കണ്ടമിടറാതെ, വെള്ളി വീഴാതെ, ഒറ്റ മണിക്കൂറോ 5 മിനിറ്റോ അല്ല, നിത്യത മുഴുവൻ പാടുന്ന പാട്ടിൽ നമ്മളെയും ചേർത്തു. ഇതാണ് കുരിശിന്റെ മഹത്വം. ദൂതന്മാരുടെ വാതാരാതുള്ള വാഴ്ത്തുപാട്ടുകൾക്ക് വിഷയമായി ഈ രാത്രി എന്നെയും നിങ്ങളെയും വേർതിരിച്ച ഈ ദൈവത്തിന്റെ മഹാകൃപയ്ക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് കൊണ്ട് തീരുന്ന പേരല്ല നമ്മുടെ. ഇനി ആ കാര്യം അവസാനം പറയാം. ഉയർത്തെഴുന്നേറ്റു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മത്തായി 16:20, ലൂക്കോസ് 19:33 മുതൽ 35 വരെ, പിന്നെ അനവധി സന്ദർഭങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. വെറുതെ മരിക്കുന്നതല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ഈ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചേർത്തേക്കാം. വെറുതെ പറയുന്ന, ഉള്ളിൽ ആഗ്രഹം ചാവലെന്നാ കാരണം പറഞ്ഞു. ചിലപ്പോൾ വല്ലവരും തല്ലിക്കൊന്നേക്കാം, ചിലപ്പോൾ സംഭവിക്കാം. ഇങ്ങനെ ഒന്നും കർത്താവ് പറഞ്ഞില്ല. എങ്ങനെ മരിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതെവിടെ വെച്ച് മരിക്കുമെന്നും പറഞ്ഞു. നാം യെരുശലേമിലേക്ക് പോകുന്നു 2 ദിവസം കഴിഞ്ഞിട്ട്. 2 ദിവസത്തിനുള്ളിൽ മരിക്കില്ല എന്നാണ് എൻ്റെ അർത്ഥം. പറഞ്ഞ സമയത്ത് മരിച്ചു. നിങ്ങളുടെ മഹാപുരോഹിതന്മാർ എന്നെ തുപ്പിയിട്ട് തല്ലുകയും കൊല്ലുകയും, കേട്ടോ, തല്ല് മാത്രമല്ല തുപ്പും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒന്നാമത്തെ ഉറപ്പാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിത് മറന്നുപോയി. കാരണം ഈ ദുഃഖം ഘനീഭവിച്ച ഭീതി നിഴലുകളാഴ്ത്തി കണ്ണിൽ അനിശ്ചിതത്വത്തിൻ്റെ തിമിരം പടർന്ന് ഇതികർത്തവ്യത മൂഢന്മാരായ ശിഷ്യന്മാരിതെല്ലാം മറന്നുപോയി. പക്ഷെ അവർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു, ആ നീചൻ ജീവിച്ചിരുന്നപ്പോൾ, ദുഷ്ടൻ,
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു വന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. നമ്മൾ തെറി പറഞ്ഞിട്ട് സ്തോത്രം പറഞ്ഞാലും നമ്മൾ തിരിച്ച് സ്തോത്രം പറയുന്നതിൻ്റെ കാരണം ഈ ഗുട്ടൻസാണ്. ഈ പറയുന്നത് ശരിയാണെന്ന് പരിഹാസോക്തിയിൽ കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. നാളെയും ഇങ്ങനെ തന്നെ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല, ഒരു തടസ്സം. കല്ലറ മുദ്ര വെച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായം അവസാന വാക്യങ്ങൾ. വേണ്ടും പോലെ പടയാളികളെ തരം മുദ്ര വെച്ചു. മുദ്ര ചങ്ങലയൊന്നുമല്ല, കളിമണ്ണാണ്. 2 ചരട്. ചരിത്രം അങ്ങനെ പറയുന്നുള്ളൂ. ചങ്ങല നമ്മുടെ ഭാവനയാണ്. ഈ ചങ്ങലയാണെങ്കിലും പൊട്ടിക്കാൻ വരുന്നതും പൊട്ടിക്കും. പക്ഷേ ഈ കളിമണ്ണിന്റെ പുറത്തെ മുദ്ര ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ഉരുക്ക് സാമ്രാജ്യത്തിന്റെ അധിപതിയായ റോമൻ സീസറുടെ അധികാരമുദ്ര. അതൊരു കല്ലറയ്ക്ക് മുകളിൽ വെച്ചു. മണ്ണിലാണ് മുദ്ര വെച്ചതെങ്കിലും മുദ്രയ്ക്ക് ഇത്ര ബലമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കല്ലറയ്ക്ക് വെച്ച മുദ്രയുടെ പുറത്തെ കളിമണ്ണിലെ മുദ്രയ്ക്ക് ആ മണ്ണിൻ്റെ ബലമല്ല, ആ ഉരുക്ക് സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ഉഗ്രശേഷി ആ മുദ്ര ആവാഹിക്കുന്നെങ്കിൽ ഈ മൺശരീരത്തിൽ നമ്മുടെ മേൽ വെച്ച പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുടെ ആ ശക്തി വിശേഷം എത്ര വലുതാണ്. പറയാൻ എത്ര പറഞ്ഞേ? മുദ്രയിട്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. ഇട്ട ഈ വസ്തു ബലമില്ലാത്തതാ, ഇട്ട മുദ്ര ബലമുള്ളതാണ്. അതൊക്കെ ഇത് വെച്ചു. കുറഞ്ഞ പക്ഷം 16 പടയാളികൾ കാവൽ. 1-ാം കാവലും 2-ാം കാവലും കിടന്ന പത്രോസിന് കഴിഞ്ഞു. 3 കാവലാണ് കുറഞ്ഞത്. അത്രയൊന്നും ആയിരിക്കില്ല, കാരണം ഇഷ്ടം പോലെ പടയാളികളെ കൊടുത്തു. 16 എടുക്കട്ടെ, ഏറ്റവും കുറഞ്ഞെടുക്കാം. ഒരു റോമൻ കസ്റ്റൗഡ്. ഈ റോമൻ കസ്റ്റൗഡ് 6 അടി തറ സംരക്ഷിക്കാൻ അഭ്യാസം ലഭിച്ച വ്യക്തിയാണ്. നല്ല അഭ്യാസികളൊക്കെ അങ്ങനെയാണ്. സൂചി കുത്താൻ ഇടം കിട്ടിയാൽ മതി. അതിൽ നല്ല അഭ്യാസിയാണെങ്കിൽ സൂചി താഴെ കാല് കുത്തിയിട്ടുണ്ട് അഭ്യാസം. അത് ഒരുമാതിരിപ്പെട്ട. അല്ലാത്ത അഭ്യാസി പഠിച്ച ചേകവും പറന്നു കിട്ടും. എന്തുപോട്ടെ, 6 അടി തറ സംരക്ഷിക്കും. അങ്ങനെ 36 യാർഡ് അല്ലെങ്കിൽ ഗജം, 36 മീറ്റർ തറ ഈ പടയാളികൾ സംരക്ഷിക്കും. ഈ സംരക്ഷണ രീതി എന്ന് പറയുന്നത് 4 പേര് അർദ്ധവൃത്താകൃതിയിൽ കല്ലറയുടെ മുഖഭാഗത്തേക്ക് തല വെച്ച് കിടക്കും. ബാക്കി 8 പേര് 6 അടി അകലത്തിൽ ആയുധം ധരിച്ചുകൊണ്ട് കാവൽ നിൽക്കും. 4 മണിക്കൂർ കഴിയുമ്പോൾ ഈ 4 പേര് എഴുന്നേൽക്കും, മറ്റ് 4 പേര്. അങ്ങനെ 24 മണിക്കൂറും തുടരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പടയാളികൾ കാവൽ നിൽക്കുന്ന കല്ലറ. ഇനി കല്ലറയുടെ മുദ്ര പൊട്ടിച്ചാലോ? 20-ാം നൂറ്റാണ്ടിൽ AD 1-ാം നൂറ്റാണ്ടിലെ നസ്രയത്തിൽ നിന്നുള്ളൊരു സീസറുടെ ഫലകം കണ്ടു. അത് കല്ലറ സംരക്ഷിക്കണം. കല്ലറയോ അതിലെ മുദ്രയോ കേടുവരുത്തിയാൽ ദേവന്മാര് നിമിത്തവും മരിച്ചവന്റെ ബന്ധു നിമിത്തവും വധശിക്ഷ കൊടുക്കണം. അപ്പോൾ ഒരു കല്ലറ തകർത്താൽ 10 വർഷം മുമ്പ് സീസറുടെ ഓർഡർ ഉണ്ട്. കോടതി വിചാരണ വേണ്ട, തൽക്ഷണം ആ കസ്റ്റൗഡിന് അയാളെ വധിക്കാം. ഈ ഓർമ്മയല്ല യഹൂദന്മാർക്കുണ്ട്. അങ്ങനെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുമ്പോൾ ഇനി നോക്കണം, ഈ കല്ലറയുടെ ഈ കവാടം എന്ന് പറയുന്നത് 4.5 അല്ലെങ്കിൽ 5 അടി ഉയരം മാത്രം. അതുകൊണ്ടാണ് കുനിഞ്ഞു കിടന്നത്. അതിൻ്റെ അകത്തേക്ക് പത്രോസ് തലമുട്ടും. അകത്തിറങ്ങിക്കഴിയുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. ഈ കല്ല് 6000 പൗണ്ട് തൂക്കം അല്ലെങ്കിൽ 1.5 മുതൽ 2 ടൺ ഭാരം. വലിയൊരു കല്ല്. ഇങ്ങനെയാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത് 16 അധ്യായത്തിൽ 16:3. അപ്പൊ ഈ കല്ല് വെച്ച് അടച്ചു വെച്ചു.
ഇനി നോക്കണം, ഈ ശവസംസ്കാര രീതി നമ്മൾ നോക്കണം. യഹൂദന്മാരുടെ 100 റാത്തൽ സുഗന്ധദ്രവ്യം യോഹന്നാന്റെ സുവിശേഷം 16:26 മുതലുള്ള വാക്യങ്ങളിൽ അടച്ചു വച്ചു. അപ്പോൾ ഈ 100 റാത്തൽ എന്ന് പറയുമ്പോൾ മീറയും അകിലുമാണ് മൂര്. ഈ തുണി കൂടെ ചേരുമ്പോൾ 120 റാത്തലെങ്കിലും വരും. ഈ സംസ്കരണ രീതിയെ കുറിച്ച് ഞാൻ പറയാം, ഹ്രസ്വമായി വിവരിക്കാം. ഒരു കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു യഹൂദൻ ഒറ്റയ്ക്ക് ശവസംസ്കാരം നടത്താൻ പാടില്ല, അത് ശവത്തിലുമാകാം. അപ്പോൾ ശവം നേരെ ഇതിൻ്റെ അകത്ത് ആകാരത്തിൽ ഈ വേറെ ഇത് ഒരുക്കുന്ന മുറിയുണ്ട്, മലർത്തി കിടത്തും, മുഖം വൃത്തിയാക്കും, എന്നിട്ട് വലതുവശം ചെരിച്ചു കിടത്തും, ഇടതുവശവും പുറഭാഗവും ഇളം ചൂടുവെള്ളത്തിൽ കഴുകും. അപ്പോൾ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കുമെന്ന വാക്യം ഉരുവിട്ട് പ്രാർത്ഥിക്കും. കുരിശുമരണമാണെങ്കിൽ ആണികൾ അറുത്തു മാറ്റും, അല്ലെങ്കിൽ പിൻ ചെയ്ത് വയ്ക്കും. എന്നിട്ട് നേരെ ശവം ഇടത്ത് ഭാഗത്തേക്ക് കിടത്തും, പുറവും വലത്തു ഭാഗവും ക്ലീൻ ചെയ്യും. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുടി ചീകിയതുപോലെ മുടി ചീകും. എന്നിട്ട് പാദം തുടങ്ങി ഈ കൈയുടെ അടുത്തുവരെ, ഈ ഭുജത്തിന്റെ സൈഡ് വരെയും ചുറ്റിക്കെട്ടും. മത്തായി ചുറ്റിക്കെട്ടി എന്ന് എഴുതിക്കുന്നത്, ചുറ്റിപ്പൊതിയുന്ന. എന്നിട്ട് അവിടെ വന്നിട്ട് ഈ കൈ വീണ്ടും അടുത്ത തുണി കൊണ്ട് ചുറ്റും, മുഖം വേറെ തുണി കൊണ്ട് ചുറ്റും. കുറഞ്ഞത് 3 വസ്ത്രം ഉണ്ട്. ഇനി ഇത് യഹൂദ സ്ത്രീകൾ ലിനനിൽ കറ പിടിച്ചിട്ടില്ല, ചിത്രപ്പണികളില്ല, പുള്ളിക്കുത്തുകളില്ല. കാരണം ഒരു സഹധർമ്മ പാഠമാണ്. പരേതരി ലോകത്തെ പ്രാരാബ്ദങ്ങളിൽ നിന്ന് മോചിതനായി, അതാണ് സൂചന. കൂട്ടിക്കെട്ടില്ല. ഈ മൃതദേഹം ഇതുപോലെ യബാം ചെയ്യുന്നത് പോലെ ചുറ്റിക്കെട്ടും. ചുറ്റിക്കെട്ടിയ ശേഷം ആ തളത്തിൽ കിടന്ന വെള്ളം തുടച്ചു കളയും. ഈ കേരളീയർ മാത്രമല്ല, യഹൂദന്മാരും അന്ധവിശ്വാസികളായിരുന്നു. ഈ വെള്ളം മറികടന്നാൽ 3 ദിവസത്തിനുള്ളിൽ ഒരു മരണം ഉറപ്പ്. ബൈബിൾ എഴുതിയതല്ല. അങ്ങനെ ചുറ്റിക്കെട്ടുമ്പോൾ നമ്മൾ നോക്കണം, റോമൻ ചാട്ടവാറുകൾ, അസ്ഥിക്കഷ്ണങ്ങളും മുൾക്കുളത്തുകളും ഒട്ടകത്തോലിൽ ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കോർത്തിണക്കിയ റോമൻ ചാട്ട, അതിന്റെ അഗ്രത്ത് വീണ്ടും 7 വരി. അങ്ങനെ ഒറ്റ ചുറ്റിൽ 49 മുറിവുകൾ. മനുഷ്യ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന അതിഭയാനകമായ റോമൻ ചമ്മട്ടി. ഈ ചമ്മട്ടിയുടെ ഇടത്തും വലത്തും പാർശ്വങ്ങളിൽ നിന്ന് ക്രൂരന്മാരായ പടയാളികൾ കരുണയുടെ കണികയില്ലാതെ കൈക്കരുത്തോടെ ആഞ്ഞാഞ്ഞു പ്രഹരിച്ച് ഉറുമി ചുറ്റിപ്പിണയുന്നത് പോലെ പച്ചമാംസത്തിൽ മുള്ളുകൾ ആഴ്ത്തി ചുറ്റിപ്പിടഞ്ഞ ചാട്ടവാറ് നിമിഷാർദ്ധം കൊണ്ട് വലിച്ചൂരി വീണ്ടും വീണ്ടും ആഞ്ഞാഞ്ഞു പ്രഹരിക്കുമ്പോൾ യെശയ്യാവ് പ്രവചിച്ചതുപോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപതയുടെ പാരമ്യതയിലാർന്ന ശരീരം. കൃഷ്ണൻകുട്ടി സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശകലിത ശരീരം. അങ്ങനെ തോടുകൾ തെളിഞ്ഞ ശരീരം. അർണോസ് വാതിരിയുടെ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ പുലി പോലെ തെളിഞ്ഞവരം നേരം ബലപാടുകൾ ഏൽപ്പിച്ച കാരണം മരണസ്ഥലം അവിടെയല്ല, അഞ്ഞു മരിച്ചില്ലതാനെന്നേ പറയാവോ. അർദ്ധപ്രാണനായ മനുഷ്യ ശരീരം, ആ ശരീരമാണ് മരിച്ചത്. അതിന്റെ ഉള്ളിലേക്ക് കട്ടപിടിക്കുന്ന മീറയും അകിലും പോലുള്ള സുഗന്ധക്കൂട്ടുകൾ വെച്ച് ഒട്ടിപ്പിടിക്കുന്ന കോട്ടൻ തുണി കൊണ്ട് ചുറ്റി വെച്ചിട്ട് പേടിയെന്ന് എഴുതി കാണിച്ചാൽ പൊടി പോലുമില്ലാതെ ഉടനെ അവിടം വിടുന്ന പത്രോസിനെ പോലെയുള്ള ഭീരുക്കളായ ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ഇഴഞ്ഞിഴഞ്ഞു ചെന്ന് 2 ടൺ ഭാരമുള്ള കല്ല് ശബ്ദമില്ലാതെ ഇളക്കി മാറ്റി. 1-ാം നൂറ്റാണ്ടിൽ സൈലൻസർ വെച്ച കല്ലറയില്ല, ഇപ്പോഴും ഇല്ല. അതെടുത്തതും പോരാ, പടയാളികളുടെ കണ്ണു വെട്ടിച്ചതും പോരാ, കക്കാൻ വരുന്നവരെങ്കിലും കട്ടിട്ട് പോയാൽ പോരെ. ഈ തുണി മുഴുവൻ കൊക്കൂൺ പോലെ അഴിച്ചു വെച്ച്
ഇതല്ലെങ്കിൽ സമ്മതിക്കണം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. തുറന്നു കിടന്ന കല്ലറ. പത്രോസ് വെല്ലുവിളിച്ച് പ്രസംഗിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. പഴയ നിയമത്തിലെ പ്രവചനം പറഞ്ഞിട്ട് ദാവീദിനെ കുറിച്ച് കൊണ്ട്, ഇത് ദാവീദല്ല, ദാവീദിന്റെ കല്ലറ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോയി നോക്ക് സഹോദരന്മാരെ. BC 1000 ദാവീദിന്റെ കല്ലറ ശൃംഖലകൾക്കകത്ത് സംരക്ഷിക്കപ്പെട്ട അവിടെ ഉണ്ട്. AD 30 3 ദിവസം പഴക്കമുള്ള ക്രിസ്തുവിന്റെ കല്ലറ പോയി നോക്ക്, അത് തുറന്നു കിടക്കുന്നു. ഇല്ലെങ്കിൽ അടഞ്ഞ കല്ലറ കാണിക്കണം. പോൾ അൾത്താവോസ് എന്ന ജർമ്മൻ വേദശാസ്ത്രജ്ഞൻ പറഞ്ഞത്, തുറന്നു കിടന്ന കല്ലറ തെളിവായി കാണിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ജെറുസലേമിലെ അപ്പോസ്തലന്മാരുടെ ആ പ്രസംഗം 1 മണിക്കൂറോ 1 ദിവസം കൊണ്ടോ അവസാനിച്ചേനെ. പക്ഷെ ഒറ്റ ദിവസം, ഒറ്റ മാസം, ഒറ്റ വർഷം കൊണ്ട് അവസാനിക്കാതെ 2 സഹസ്രാബ്ദങ്ങളുടെ ചുഴികളും മലരുകളും നിറഞ്ഞ ചരിത്രത്തിന്റെ രാജവീതിയിൽ കൂടെ കടന്നു വന്നിട്ടും 21-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലും തുറന്ന കല്ലറയെ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ. അടയ്ക്കാൻ പാടില്ലാത്ത കല്ലറ ഏതാ ഉള്ളത്? ചരിത്രം തിരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെയാ. ചരിത്രമൊക്കെ തിരുത്താറുണ്ട്. ചരിത്രം എന്ന് കേൾക്കുമ്പോൾ കാള ചുവപ്പ് കണ്ടവരെ പോലുള്ള ആളുകളുണ്ട്, തിരുത്തും. ആദിമ ശതകത്തിൽ 70 വരെയും യഹൂദന്മാരുടെ കസ്റ്റഡിയിൽ, അപ്പോൾ തന്നെ സർക്കാർ വെച്ച സർക്കാർ കസ്റ്റോഡിയനായ പ്രത്യേക ഭാഗം 315 വരെ അല്ലെങ്കിൽ 325 വരെ ക്രൈസ്തവ പീഡനത്തിന്റെ നീടുറ്റയേടുകൾ, ചുടുചോരയുടെ ചൂരു പടർന്ന ക്രൈസ്തവ വിശ്വാസികളുടെ രക്തത്തിന്റെ ഗന്ധം എത്തിക്കിടന്ന അന്തരീക്ഷമുള്ള 3.5 നൂറ്റാണ്ട് ഭരിച്ചത് റോമൻ സാമ്രാജ്യം. പിന്നെയും റോമരായിരുന്നു. പിന്നീട് അങ്ങോട്ട് മധ്യകാലഘട്ടത്തിന് ശേഷം ഒട്ടോമൻ തുർക്കികളുടെ ഭരണത്തിൽ യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒട്ടോമൻ തുർക്കികൾ, തുർക്കിയിലെ സുൽത്താൻ, ജോർദാനിലെ രാജാവ്, അറബി ലോകത്തിന്റെ സംയുക്തമായ സൈനിക വിന്യാസം, എന്തുകൊണ്ട് ഇവർക്കാർക്കും അടയ്ക്കാൻ തോന്നിയാൽ നടക്കില്ല, നടത്താൻ ദൈവം സമ്മതിക്കില്ല. കാരണം മനുഷ്യപുത്രൻ മരണത്തിന്റെ പൂട്ടുപൊട്ടിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയ നിത്യതയുടെ ആ പ്രകാശലോകം തുറന്നുകൊടുത്ത ഇടമടയ്ക്കാൻ എന്റെ ദൈവം സമ്മതിക്കില്ല. ഇനി 1000 കൊല്ലം ഈ കാലം ഇങ്ങനെ ഒഴുകി നീങ്ങിയാലും അന്നും തുറന്നു കിടക്കും ആ കല്ലറ. കാരണം അത് അടയ്ക്കുന്ന കല്ലറയല്ല. യഹൂദന്മാരുടെ മൗനവും ഇതിൽ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ ഫ്രാൻസിസ് ബൈറർ എന്ന് പറഞ്ഞ ഒരു സ്കോട്ടിഷ് വേദശാസ്ത്രജ്ഞൻ പറഞ്ഞാണ്. അല്ലാന്ന് പറയാൻ പാടില്ലായിരുന്നോ? എന്തുകൊണ്ട് വിസ്തരിച്ചില്ല? വിസ്തരിച്ചാൽ വിചാരണ കൂടാതെ, അപ്പീലില്ലാതെ, രാജ്യദ്രോഹ കുറ്റമായതുകൊണ്ട് ഉടനടി ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കുന്ന കല്ലറ ഭേദിച്ചു. ഗലീല കടലിന്റെ തീരത്തെ കുഞ്ഞോളങ്ങൾക്ക് മീതെ തുഴയെറിഞ്ഞ പങ്കായത്തഴമ്പുള്ള പരുക്കൻ ജീവിതം നയിച്ച പത്രോസും, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി പേനയുന്തിക്കൊണ്ട് ജീവിത സന്ധാരണം നടത്തിയ ഇടത്തട്ടുകാരനായ മത്തായിയും, അങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ഒരു സംഘം ലോകം കണ്ട കൊടികെട്ടിയ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചിട്ട് എന്താ വിചാരണ ചെയ്യാത്തേ? എന്തുകൊണ്ട് ചെയ്തില്ല? ഒറ്റ ഉത്തരം, വിചാരണ ചെയ്താൽ കോടതിക്ക് പറയേണ്ടി വരും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കാരണം ഈ 40 ദിവസത്തിനുള്ളിൽ 6 വ്യത്യസ്തരായ 18 സാക്ഷ്യങ്ങൾ
ഒടുവിൽ 9ാമത്തെ പ്രത്യക്ഷതയിൽ 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. 500-ലധികം. AD 1-ാം നൂറ്റാണ്ടിൽ 500 പേര് കണ്ട വേറെ ഏത് ചരിത്ര സത്യമാണ് ഈ ലോകത്ത് അവതരിപ്പിക്കാനുള്ളത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വ്യത്യസ്ത സാക്ഷ്യങ്ങൾ. ആ സാക്ഷ്യങ്ങൾ ഇതാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ആദി മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. എൻ്റെ സമയം തീരാറായി. കാലടി ശങ്കരാചാര്യർ അദ്വൈത ദർശനം വിശദീകരിക്കുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്. ഇന്നും അത് തന്നെയാണ് ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. രജ്ജു സർപ്പ വിഭ്രാന്തി എന്ന് പറയും. കയറിൽ പാമ്പെന്ന പോലെ ബ്രഹ്മം സത്യം ജഗന്മിഥ്യ. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന അയ അറിയാതെ പിടിച്ച പാമ്പാണെന്ന് തോന്നും. കയറാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാറുന്ന ഭ്രമമേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്. ഇപ്പം തൊടുന്നതല്ല ശരിയല്ല, കാണുന്നതല്ല ശരിയല്ല. മണലാരണ്യങ്ങളിൽ ദാഹിച്ചു വലയുന്ന പതികരെ മരുഭൂമി ഒരുപാട് നീർപ്പൈകകൾ കാട്ടി ഭ്രമിപ്പിക്കും. അത് മരീചികയാണ്, മരുപ്പച്ചയല്ല. കാണുന്നതല്ല ശരിയല്ല, കേൾക്കുന്നതല്ല ശരിയല്ല, പകുതിയും ശരിയല്ല, തൊടുന്നതെല്ലാം ശരിയല്ല. പക്ഷെ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും ഒരുപോലെയായ ഒരു കാര്യം അത് സത്യമല്ലാതെ മറ്റൊന്നുമല്ലെങ്കിൽ 500-ലധികം പേര് കണ്ടും കേട്ടും തൊട്ടും സംസാരിച്ചും ലോകത്തോടറിയിച്ച കത്തി നിൽക്കുന്ന സൂര്യനെ പോലെ ഉജ്ജ്വലിച്ചു നിൽക്കുന്ന സത്യം കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ തെളിയിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ ദൈവത്വം. റോമർ 1:5, റോമർ 8:11. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. ഈ രാത്രി നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഉയർത്ത ക്രിസ്തു ചരിത്രത്തിന്റെ ഏടുകളിൽ നായക കഥാപാത്രത്തിൽ നിൽക്കുകയല്ല. ഈ മരണത്തിന് വിധേയമായ ഈ ശരീരത്തിന്റെ പരിമിതിയിൽ നിന്നും നമ്മെ ഉയർപ്പിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി നമുക്ക് ഒരുപാട് മുകളിൽ പോകാൻ പറ്റില്ല. ചന്ദ്രനിലാണെങ്കിൽ കൂടുതൽ ദൂരത്തിൽ ചാടാം. ഭൂമിക്ക് ആകർഷണ ബലമാണ്. ഞാൻ നിർത്താം, 3 മിനിറ്റ് കൊണ്ട് നിർത്തും. ആകർഷണ ബലമാണ്. എന്നാൽ ഭൂമിയേക്കാൾ ആകർഷണമില്ലേ? വ്യാഴത്തിനുണ്ട്. വ്യാഴം ഭൂമിയേക്കാൾ മഹാനാണ്, അല്ല വലിയവനാണ്. പക്ഷെ വ്യാഴം എന്തുകൊണ്ട് ഭൂമി എന്ത് ചെയ്യുന്നില്ല? ആകർഷിച്ചിട്ടും വലിച്ചെടുപ്പിക്കുന്നില്ല. കൃത്യമായ മൈക്രോമില്ലിമീറ്റർ പോലും തെറ്റാതെയല്ലേ ആ സകല കലാനിധി ഈ സൃഷ്ടി നടത്തിയത്. അപ്പൊ നിർത്തേണ്ടവനെയൊക്കെ കൃത്യമായ ദൂരത്തിൽ നിർത്താൻ അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ചില പ്രത്യേക ഘട്ടത്തിലൊക്കെ ഒന്ന് തെന്നാനോ കുതിരാനോ ഒക്കെ വിട്ടേക്കാം. ഒരുപാടങ്ങ് പോയാൽ പിടിച്ചു കെട്ടാൻ ഒരു ദിവസം ഉണ്ട്. രാത്രി ഇതിൽ നിന്നൊരു സന്ദേശം പറയാം. കർത്താവായ യേശു ക്രിസ്തു നിശബ്ദനായി നിന്നതുപോലെ അകാരണമായി പീഡനങ്ങൾ, വാക്കുകൊണ്ട് പീഡനങ്ങൾ, അഭിമാനം നിലത്തിട്ടൊരു പുഴുവിനേക്കാളും കഷ്ടമായി ചവിട്ടി അരയ്ക്കപ്പെട്ടേക്കാം. പക്ഷെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഉള്ളിൽ തിരതള്ളുന്ന ദൈവ പൈതലെ, നിങ്ങളുടെ തലയുയർത്താൻ ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. നിർത്തണ്ട പ്രതിലോമ ശക്തികളെയൊക്കെ വരച്ച വരയ്ക്ക് നിർത്തി അക്ഷരമെഴുതിക്കുന്ന ദിവസം. ബൈബിൾ നൽകുന്ന വചനത്തിന്റെ അടിത്തറ നൽകുന്ന പ്രകാശനത്തിന്റെ ഊർജവും ഊറ്റത്തിലും നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. അവിടെ കേട്ടെ, ഇപ്പൊ ചൊവ്വയ്ക്ക് ആകർഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ എല്ലാം ആകർഷണം താഴോട്ടാണ്. താഴോട്ട് പോകാൻ ഒരു അധ്വാനം വേണ്ട, ചുമ്മാ നിന്നു കൊടുത്താൽ മതി. പക്ഷേ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ കീഴോട്ടമർത്തുന്ന ഈ ബലത്തെ അതിജീവിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ പുത്തൻ ബലതന്ത്രത്തിൽ നമ്മൾ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തേക്കും
പോകുമ്പോൾ കോടി കോടി ഗോളങ്ങളുടെ കാന്തിക വലയത്തെയും ഭേദിച്ചുകൊണ്ട് നിത്യതയിലേക്ക് നമ്മൾ പറന്നുയരും. പൗലോസ് ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ ഈ ജ്യോതിർഗോളങ്ങളുടെ എല്ലാം അത്യാകർഷണ ബലത്തിന് അടക്കി നിർത്താൻ കഴിയാത്ത സ്വർഗരാജ്യത്തിന്റെ ശക്തിയിൽ നമ്മൾ പറന്നുയരുന്ന ദിവസം അത് അന്ന്. ഇന്ന് പറന്നുയർന്നില്ലെങ്കിലും വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞു വരുന്ന, പിടിതെറിയാൻ വരുന്ന പ്രചണ്ഡവാദങ്ങളുടെ മുമ്പിൽ കടപുഴുകി ഒഴുകാതെ തല ഉയർത്തി ഉയർത്തി ശിഖരങ്ങൾ പടർത്തിക്കൊണ്ട് ഉയർന്നുയർന്നു നിൽക്കാൻ നമുക്ക് അകക്കരുത്ത് നൽകുന്ന ശക്തി, കല്ലറ ഭേദിച്ച് പുറത്തിറങ്ങിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, ലോകത്തെ വെല്ലുവിളിച്ച ശക്തി, പടയോട്ടങ്ങളും കിടമത്സരങ്ങളും ഗൂഢതന്ത്രങ്ങളും സാവധാന ഭേദദണ്ഡ ഖണ്ഡ മാർഗങ്ങൾ കൊണ്ട് അമർത്തിക്കളയാൻ ശ്രമിച്ച് അട്ടഹാസം മുഴക്കി ചന്ദ്രഹാസം ഉയർത്തി ആഞ്ഞുയർന്ന സാമ്രാട്ടുകളൊക്കെ കാലപ്രകരമേറ്റുകൊണ്ട് ചരിത്രത്തിന്റെ തിരശീലയ്ക്കപ്പുറത്തേക്കും ചവറ്റുകൊട്ടയിലേക്കും പോയപ്പോഴും ചത്തുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സഭ ഇന്നും ലോകത്തിലുണ്ട്. ഇങ്ങനെ പറഞ്ഞു അങ്ങ് നിർത്തുക. ഒറ്റ കാര്യം തൊട്ടു ഒരു തെളിവ് പറയാം. തോമാസ് ലീഹയ്ക്ക് സംശയിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, തോമസേ, നീ എൻ്റെ ആണിപ്പഴുതിൽ വിരലിട്ടോ. എന്താ കാര്യം അറിയോ? തോമസ് സംശയിച്ച ശരിയല്ല, പക്ഷെ അത് മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ കയ്യിൽ ആണിപ്പഴുതുണ്ട്. കത്തോലിക്കര് മുതൽ പെന്തക്കോസ്തുകാർ വരെ എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാവുന്ന സത്യം, പുനരുത്ഥാന ശരീരത്തിന് അംഗവൈകല്യങ്ങളില്ല. ഞാൻ ഒറ്റക്കടനായി മരിച്ച പൊട്ടക്കടനായി എഴുന്നേൽക്കില്ല. വാക്ക് സോറി, അൺപാർലമെന്ററി ആണ്, നാട്ടുഭാഷ പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ നിത്യപുത്രനായ ക്രിസ്തു സകല ചരാചരങ്ങൾക്കും രൂപവും ഭാവവും ജീവനും കൊടുത്ത ആ ജീവന്റെ ജീവനായവൻ പുനരുത്ഥാനം ചെയ്ത ശരീരത്തിൽ ഒന്നും രണ്ടും കൊല്ലമല്ല, കാലങ്ങളുടെ കോലുകൊണ്ടളക്കാൻ പറ്റാത്ത നിത്യത മുഴുവൻ 5 മുറിവുകളുടെ അംഗവൈകല്യം ചുമക്കുന്നു. ഒറ്റ കാരണം, ഒറ്റ വേദശാസ്ത്ര യുക്തി മാത്രം. എന്നെയും നിങ്ങളെയും സ്നേഹിച്ച സ്നേഹത്തിന്റെ മഹാസ്മാരകമായി പുനരുത്ഥാന ശരീരത്തിലും ആണിപ്പഴുത് ചുമക്കുന്ന ക്രിസ്തു ആരാധിച്ചാൽ ഇങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കണം. ജയ് വിളിച്ചാൽ ഇങ്ങനെ ഒരു നേതാവിനെ ജയ് വിളിക്കണം. ഹൃദയത്തിന്റെ മധ്യപീഠത്തിൽ ഇടം കൊടുത്താൽ ഈ നിത്യനിരാമയ ചൈതന്യ സത്തയെ കുടിയിരുത്തണം. മനസ്സാക്ഷിയുടെ അംഗീകാരം കൊടുത്താൽ പറഞ്ഞ വാക്ക് ഒരിക്കൽ പോലും തെറ്റിക്കാത്തതും തെറ്റുന്ന വാക്ക് പറയാത്തതും പറഞ്ഞതുപോലെ വീണ്ടും വരുന്നതുമായ ഏത് ദുർഘടഘട്ടങ്ങളിലും ആണികൾ കുത്തുളച്ച പാടിത്വയം കൊണ്ട് ശൂലങ്ങൾ മുറിച്ച തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് പേർത്ത് സ്നേഹിച്ച് ഈ പാർത്തലം മുഴുവൻ നടത്താൻ പര്യാപ്തനായ ആ അതുല്യമായ സർഗവൈഭവത്തെ, വ്യക്തിപ്രഭാവത്തെ, ആരാധ്യതയുടെ അവസാന വാക്കിനെ, ആദരവിന്റെ നേർരൂപത്തെ, സ്നേഹത്തിന്റെ മനുഷ്യാകാരത്തെ, മാനവികതയുടെ മാഹാത്മ്യത്തെ, ദൈവത്വത്തിന്റെ പ്രതാപത്തെ ഈ രാത്രി ഹൃദയത്തിന്റെ ശ്രീകോവിലിന്റെ നടുവിലേക്ക് ആനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 1 മിനിറ്റ് വേർതിരിക്കുന്നു. മറ്റൊന്നും വേണ്ട സുഹൃത്തെ, ഒന്ന് വിളിച്ചാൽ മതി. ഉപചാര വാക്കുകൾ വേണ്ട, ഫോർമാലിറ്റികൾ അധികം വേണ്ട. കർത്താവേ, യേശുവേ, അങ്ങനിക്ക് വേണ്ടി മരിച്ചു, അങ്ങയെ കർത്താവിന്റെ പിതാവുമായി സ്വീകരിക്കുന്നു. ഈ പാപജന്യമായ ജീവിതത്തിൽ നിന്ന് എന്നെ വിമുക്തരാക്കണമേ. 1 നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ രാത്രി അങ്ങയുടെ മുമ്പിൽ ഹൃദയം കൊടുത്ത പ്രിയപ്പെട്ടവരെ അങ്ങ് അറിയുന്നു.
സകല മനസ്സിന്റെയും നിലവുകൾ അറിയുന്ന അഗ്നിനേത്രനായ അവിടുന്ന് അനന്തത വരെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കൂടെയിരുത്തി കുടിയിരുത്തി വഴി നടത്തുമാറാകണമേ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ കാൽവരിയിൽ അങ്ങേറ്റ ഓരോ അടിപ്പാടുകളും ഞങ്ങളുടെ മാറാരോഗത്തിന്റെ മറുമരുന്ന് അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു എന്ന വചനപ്രകാരം ഈ രാത്രി സ്വർഗത്തിലും ഭൂമിക്ക് അധികാരമുള്ള നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗത്തിന്റെ കെട്ടുകളും ഞങ്ങൾ അഴിച്ചുവിടുന്നു. ജീവിതത്തിൽ അന്തസംഘർഷങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കായി, ടാക്സി ഡ്രൈവേഴ്സിനായി, വീട്ടമ്മമാർക്കായി, കർഷകർക്കായി, കർഷക തൊഴിലാളികൾക്കായി, പുതിയ കരിയറിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവാസന്മാർക്കായി, ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, സ്വർഗസ്ഥ പിതാവേ, സ്വർഗസ്ഥ പിതാവേ, സ്വർഗസ്ഥ പിതാവേ, സ്വർഗസ്ഥ പിതാവേ.